സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇപ്രാവശ്യം UDF വരും തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ചാനലിൽ ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ്. പിന്നെ വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ എന്നാലും ഇപ്രാവശ്യം കുറേ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ആൾക്കാരെ വർത്തമാനത്തിൽ നിന്നും ഒന്ന് മാറട്ടെ, കുറേ കൊല്ലങ്ങളായിട്ടുള്ള LDF ഭരിക്കുന്നത് ഇത് 10 കൊല്ലമായില്ല, ഇന്നൊന്ന് UDF ഭരിച്ചോട്ടെ എന്നുള്ളൊരു ടെൻഡൻസി കുറേ ആൾക്കാരെ മനസ്സിലുണ്ട്. അത് കുറേ അധികം വോട്ടായി. പക്ഷേ എങ്കിൽ ഇത്ര വലിയ ദയനീയ പരാജയം LDFന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? നമുക്കൊന്ന് പരിശോധിച്ചോ. ഇത് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നമുക്ക് രാഷ്ട്രീയം അങ്ങനെയുള്ള പരിപാടീസ് ഒന്നും നമ്മൾ ചെയ്യില്ല. പക്ഷേ നമ്മളൊരു കാഴ്ചപ്പാടിൽ LDFന് എന്തുകൊണ്ട് ഇത്ര ഭീകരമായിട്ടുള്ളൊരു പരാജയം ഉണ്ടായി? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ, ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഭരണമാറ്റം. കുറേ കൊല്ലങ്ങളായി LDF ഭരിക്കുന്നത്, ഒന്ന് മാറട്ടെ, ഒന്ന് മാറിക്കോട്ടെ, UDFന് ഒരു ചാൻസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് കാരണമാണ് ഈ ഒരു വമ്പൻ തോൽവിക്കുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഒന്ന് VD സതീശൻ്റെ പ്രസ്താവനകൾ തന്നെ. അതായത് KSRTCയിലുള്ള സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ സീറ്റും ഫുള്ളായിട്ട് പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞാൽ ബസ് നഷ്ടത്തിലോടുമല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. പക്ഷേ അതിന് എന്തായാലും VD സതീശൻ ഒരുപാട് പഠിച്ചിട്ടായി കാര്യം ഈ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ പറഞ്ഞതൊന്നുമല്ല, ഈ ഒരു ഫ്രീ യാത്ര പെണ്ണുങ്ങൾക്ക് ബസ്സിലുള്ള ഒരുപാട് സ്ത്രീ വോട്ടർമാരെ വോട്ട് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് അടുത്ത കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഒരു ദിവസം മുമ്പ് VD സതീശൻ്റെ ഒരു വാക്ക് വൈറലായി. അതായത് വണ്ടിയിലുള്ള മോഡിഫിക്കേഷൻ, ഇപ്പോൾ സൈലൻസറിൽ ഭയങ്കര സൗണ്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ബമ്പർ മാറ്റിയിട്ട് വണ്ടീൻ്റെ ഷേപ്പ് മാറ്റുക, അതായത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ അപകടമോ ഇല്ലാത്ത രീതിയിലുള്ള ഏത് മോഡിഫിക്കേഷനും നിങ്ങൾ ചെയ്തോളൂ എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം കേന്ദ്ര നിയമമുണ്ട്, സുപ്രീം കോടതിൻ്റെ നിയമമുണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ്, എന്തായാലും നമ്മളെക്കാട്ടി കൂടുതൽ പഠിച്ച ആളാവുള്ളൂ VD സതീശൻ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ മുപ്പൊരു കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഒരുപാട് ജെൻസി വോട്ടേഴ്സ് അതിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ LDFന് കിട്ടേണ്ടിരുന്ന ഒരുപാട് വോട്ടുകൾ UDFക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനിപ്പോൾ എത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പാർട്ടിൻ്റെ മെയിൻ ആൾ ഏതോ പത്മകുമാറൊക്കെ അയാളെപ്പോഴും പുറത്താക്കിയിട്ടില്ലല്ലോ. എനിക്കറിയില്ല, നിങ്ങൾ കാണേണ്ട ആൾക്കാർ പറയാം. ഇപ്പോഴും അയാൾ പാർട്ടിൻ്റെ ഒരു അനുഭാഗമായിട്ട് തുടരുകയാണ്. അപ്പോൾ അത് കണ്ട് കുറേ ആൾക്കാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ട് അവിടെ വേറെ എന്തോ ചെമ്പോ എന്തോ സാധനം വെച്ചില്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പള്ളിയിൽ പെണ്ണുങ്ങളെ നിർബന്ധിച്ച് കയറ്റി, എങ്ങനെ ഉണ്ടാവും? വിശ്വാസം വ്രണപ്പെട്ടു. ഇത് നല്ല പ്രശ്നം തന്നെയാണ്. എത്ര വികസനം ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, വിശ്വാസം വ്രണപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. അത് പണ്ട് മുതലേ അന്ന് ശബരിമലയിൽ നിർബന്ധിപ്പിച്ച് രാത്രി സ്ത്രീയെ നിർബന്ധിപ്പിച്ച് അന്ന് അർദ്ധരാത്രി കയറ്റി ഓർമ്മയുണ്ട്. അന്ന് മുതൽ കുറേ ആൾക്കാർക്ക് വിശ്വാസം വ്രണപ്പെട്ടിട്ടുണ്ട്. ആ പോയ വോട്ടൊന്നും ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അതിൽ പാർട്ടിക്ക് തെറ്റ് പറ്റിയെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുവതി പ്രവേശനം വേണ്ടെന്നൊക്കെ വല്ല നിലപാടുള്ളത്, ഇതൊക്കെ ആദ്യം എടുത്താൽ മതിയെന്ന്. പക്ഷേ ഈ ഒരു സ്വർണ്ണ കേസും കാര്യങ്ങളൊക്കെ വൻ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളാപ്പള്ളിൻ്റെ പിന്നാലെ നടന്നിട്ട് കുറേ പുകഴ്ത്തി പാടിയൊന്നും ആ വോട്ടൊന്നും കിട്ടാൻ പോണില്ല. അതിലേറെ വലിയ സംഭവം വികാരം വ്രണപ്പെട്ടു, വിശ്വാസം വ്രണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിന് പുറമേയാണ് ഈ വികസന പ്രശ്നങ്ങളും പിന്നെ ഈ കറണ്ട് ചാർജ് കൂട്ടിയതും അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് എത്ര ഇരട്ടിയാണ് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പെർമിറ്റും ടാക്സും മറ്റേതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങേറാവും. അപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടൊന്നും ബാലൻസ് ആവില്ല അതൊന്നും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് ആവശ്യമില്ലാതെ താങ്ങി നടന്നത് വൻ പ്രശ്നം. കാരണം എന്താ പറയുക, അയാൾ പറഞ്ഞു വെച്ചിട്ട് ഒരാൾ വോട്ട് ചെയ്യും. ഈ മതനേതാക്കൾ ഇനിയിപ്പോൾ ആരായി കഴിഞ്ഞാലും ഒരു വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളൊന്നും വോട്ട് ചെയ്യില്ല. ഓരോരു തീരുമാനം ഇലക്ഷന് ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ വെള്ളാപ്പള്ളിയോ വേറെ ഏതെങ്കിലും മതനേതാക്കൾ പറഞ്ഞാലൊന്നും ബാക്കിയുള്ളവർ ആ കാലമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ആവശ്യമില്ല. വെള്ളാപ്പള്ളി മലപ്പുറത്തെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്നിട്ട് വളച്ചൊടിച്ച് അത് ലീഗിൻ്റെ തലേക്ക് കൊണ്ടിട്ടു. ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ചോറുന്ന ആൾക്കാരാണ്, കാണുന്ന ആൾക്കാരാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും വേണം. വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ച് ലീഗിനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ള, അവിടുത്തെ പ്രത്യേക ഒരു മതവിഭാഗത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടും പോയി വെള്ളാപ്പള്ളിനെ കാറ് കയറ്റിക്കൊണ്ട് ഈ വെള്ളാപ്പള്ളിനെ അനാവശ്യമായിട്ട് പുകഴ്ത്തി കിട്ടേണ്ട വോട്ട് പോലും കിട്ടിയില്ല LDFന്. ആ വോട്ടൊക്കെ UDFക്ക് ചോർന്നു പോയി. പിന്നെ കുറേ ഭരണവിരുദ്ധ വോട്ടുകൾ BJPക്കും പോയി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ തോൽവിക്ക്. കാരണം പാർട്ടിയിലുള്ള അനുഭാവികൾ, പാർട്ടി സഖാക്കൾ പാർട്ടിനോട് LDF ഇവിടെ തകരരുത് എന്ന് ആഗ്രഹിക്കും. കാരണം ഇനിയൊരു തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ആ ഒരു മാധുര്യം നുകർന്നുകൊണ്ട് ഒരു ലഹരി ഉണ്ടാവുമല്ലോ, അത് വേണ്ട വെച്ചിട്ട് തന്നെ LDF ഒരു വട്ടം പ്രതിപക്ഷത്താവണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പാർട്ടി അനുഭാവികൾ UDFന് വോട്ട് മറിച്ച് കുത്തിയിട്ടുണ്ട്. അതാണ്
കണ്ണൂരിൽ നിന്നുള്ള തളിപ്പറമ്പ് അതേപോലെ തന്നെ പയ്യന്നൂർ പോലുള്ള പാർട്ടി എന്തിന് പിണറായി വരെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ എപ്പോഴെങ്കിലും ഇത്ര അധികം ഒരു തോൽവിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് പാർട്ടിനോടുള്ള ഇഷ്ടക്കുറവും കാര്യങ്ങളും കൊണ്ടൊന്നുമല്ല. പാർട്ടി LDFും UDFും ഇവിടെ നിലനിൽക്കണമെന്ന് 2 പാർട്ടിയിലുള്ള അണികൾക്കും പ്രവർത്തകർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം പാർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാവും ചിലപ്പോൾ മറച്ചു കുത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അത്ര 60,000 50,000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്തൊക്കെ LDF തോറ്റത്. അപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇനി തുടർഭരണം വേണ്ടാവുന്ന പ്രതിപക്ഷത്തിരിക്കട്ടെ, എന്നാലേ പാർട്ടി ഒന്ന് സ്ട്രോങ് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VD സതീശൻ്റെ പ്രസ്താവന, VD സതീശൻ്റെ ആ ഒരു പിന്തുണ, അത് കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KSRTCയിലെ ഫ്രീ യാത്ര, 1000 രൂപ കോളേജ് കുട്ടികൾക്ക് ഫ്രീ, 25 ലക്ഷം രൂപ ഇൻഷുറൻസ് സ്കീം ഒരു കുടുംബത്തിന്, അതേപോലെ തന്നെ കറണ്ട് ബില്ല് കുറക്കുന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വണ്ടിൻ്റെ മോഡിഫിക്കേഷൻ തുടങ്ങിയിട്ട് നമുക്ക് വാഗ്ദാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ വാഗ്ദാനമൊക്കെ നടപ്പിലാക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത. ഇനിയിപ്പോൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരെ തിരിച്ച് അടുത്ത രീതിയിൽ LDF വരും. കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയുള്ളൂ. 5 വർഷം കൂടുമ്പോൾ UDF, 5 വർഷം കൂടുമ്പോൾ LDF. അപ്പോൾ അതാണ് സംഭവം. കുറേ ആൾക്കാർ മരണം മാറട്ടെ എന്നുള്ള കോലത്തിൽ വോട്ട് ചെയ്തു. കുറേ പാർട്ടി സഹാക്കളും അനുഭാവികളും LDFന് ഇനി തുടർഭരണം വേണ്ട എന്നുള്ള കോലത്തിൽ UDFന് വോട്ട് ചെയ്തു. പിന്നെ കുറേ അടിയൊഴുക്കുകളുണ്ടായി. ജെൻസി വോട്ടേഴ്സ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുള്ള കോലത്തിൽ അതും കുറേ വോട്ട് പോയി. VD സതീശൻ്റെ പ്രസ്താവനകൾക്കും VD സതീശൻ്റെ നിലപാടുകൾക്കും വേണ്ടിയിട്ട് കുറേ വോട്ട് UDFന് കിട്ടി. അതേപോലെ തന്നെ ബാക്കിയുള്ള ഘടകകക്ഷികളും കാര്യങ്ങളും വല്ല തമ്മിലടിയോ തമ്മിലോ ഒന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായി, ആരെ മുഖ്യമന്ത്രി ആണെന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ UDFൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന തമ്മിലടിയോ ഒന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. വളരെ ഐക്യത്തോടെ ഇരുന്ന് UDF ഇപ്രാവശ്യം ഇലക്ഷൻ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും വോട്ടായിട്ട് മാറി. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഓരോ മണ്ഡലത്തിൽ UDFന് ഭൂരിപക്ഷം സ്വപ്ന തുല്യമാണ്. ഇപ്പോൾ മലപ്പുറത്ത് തന്നെ പെരിന്തൽമണ്ണ, മങ്കട, കുഞ്ഞാലിക്കുട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ 90,000. സത്യം പറയാം, എന്തിനാണ് പിന്നെ ഇലക്ഷൻ നടത്തിയത്? സ്വാഭാവികമായി ചിന്തിച്ചു അമ്മാതിരി ഭൂരിപക്ഷമാണ്. 50,000 40,000. മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോട്, തൃശ്ശൂർ പിന്നെ LDFന് കുറച്ച് സീറ്റുകളുണ്ട്. അതേപോലെ തന്നെ കൊല്ലം, അങ്ങനെ ഒരുപാട്, കോട്ടയം, എറണാകുളം തുടങ്ങി ഏത് സ്ഥലത്തുണ്ടാവും UDFന് ക്ലീൻ സ്വീപ്പാണ്. ഭൂരിപക്ഷം എന്ന് വെച്ചാൽ വമ്പൻ, ഒരാൾ സ്വപ്നം കണ്ട ഭൂരിപക്ഷമാണ്. കറണ്ട് ചാർജ് കൂട്ടിയതും അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് എത്ര ഇരട്ടിയാണ് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പെർമിറ്റും ടാക്സും മറ്റേതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങേറാവും. അപ്പോൾ 2,000 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടൊന്നും ബാലൻസ് ആവില്ല അതൊന്നും. ഏതായാലും ഇപ്രാവശ്യം UDF വന്നിട്ട് നല്ല രീതിയിൽ ഭരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക. അല്ലാതെ നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ അടുത്തതിലും ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. നേരെ തിരിച്ച് ഈ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. പൊള്ള വാഗ്ദാനങ്ങളാണെങ്കിൽ അടുത്തതിൽ കട്ടപ്പോകാവും. ഏതായാലും നല്ല രീതിയിൽ ഭരിക്കട്ടെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കേട്ടോ. വേറെ ഒരാൾക്കും ഒരു ചാൻസും കാണില്ല. കാരണം സതീശൻ്റെ നിലപാടിന് കിട്ടിയ വോട്ടും സതീശൻ്റെ നിലപാടിന് കിട്ടിയ വിജയമാണിത്. അതിൽ ലീഗ് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, കോൺഗ്രസ്, പിന്നെ കേരള കോൺഗ്രസ്, പിന്നെ അതേപോലെ തന്നെ RSP, ഏതൊക്കെ പാർട്ടികൾ ഓരോരുത്തരുണ്ട്. UDFൻ്റെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഇലക്ഷൻ. വല്ല തമ്മിലടോ കാര്യങ്ങളോ ഒക്കെ പിന്നെ പാലം വലിയ സാധാരണ ഒക്കെ ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. ക്ലീൻ സ്വീപ്പ്. ആ ഒരു ക്ലീൻ സ്വീപ്പ് ഭരണത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കൊരു പാർട്ടി ഇല്ല. ഏത് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തതിൽ UDF ഇതിൽ മോശമായി കഴിഞ്ഞാൽ അടുത്തതിൽ LDF വരും. ഇതേ UDFന് വോട്ട് ചെയ്ത ആൾക്കാരനെ LDFന് മറിച്ചു കുത്തും. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പാർട്ടീൻ്റെ ചരിത്രം പറഞ്ഞു വെച്ചിട്ട് ഇന്നും വോട്ടോ കാര്യങ്ങളൊന്നും കിട്ടാൻ പോണില്ല. പ്രവർത്തിച്ചാൽ മാത്രം തന്നെ കിട്ടുള്ളൂ. ഓക്കെ എന്നാൽ.